നാളത്തെ ആഗ്രഹം എന്ന് പറയുന്നത് അൽഫാമും പൊറോട്ടയും കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഫാത്തിമ റെസ്റ്റോറൻറ്റിൽ, അതായത് അൽഫാമും പൊറോട്ടയും കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക കൊതിയായിട്ട്. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് അൽഫാമും പൊറോട്ടയും കഴിക്കാം. എനിക്ക് വേണ്ട, ഞാൻ ഉച്ചക്ക് ബിരിയാണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വേണ്ട. എനിക്കൊരു ചായ മതി. എന്തായാലും നോക്കാം, സാധനം വരട്ടെ. എനിക്കാണെങ്കിൽ വിഷമിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര വിഷം. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുവാണ്. സംഭവം കൊണ്ടുവന്നിട്ടില്ല, ഷിയ കഴിക്കുന്നില്ല, ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. എനിക്ക് ഇഡ്ഡലി ഗർഭ, വട ഗർഭ, ദോശ ഗർഭ. പറ്റിച്ച് എനിക്ക് ഇഡ്ഡലി ഗർഭ, ദോശ ഗർഭ, വട ഗർഭ. ചായ മാത്രം മതി എന്നാണ് പറയുന്നത്. അടിപൊളി. ഇവർക്ക് ഷുഗറാണ്. ഇവള് ഷുഗറിന് പകരം കഴിക്കുന്നതെന്ന് പറയാം വിത്തൗട്ട് ചായയും ജിലേബിയും, അതാണ് കഴിക്കുന്നത്. ഭയങ്കര ഐഡിയ. വിത്തൗട്ട് ചായൻ്റെ കൂടെ മടുപ്പായതുകൊണ്ട് ഒരു ജിലേബിയും കൂടെ കഴിച്ചു. ചിലപ്പോൾ ലഡു കഴിക്കും. പ്രഗ്നൻസി ടൈമിൽ വന്ന ഷുഗറായിട്ടാണ്. ഷിയ ബിരിയാണിയാണ് കഴിച്ചത്. അതുകൊണ്ട് ചിക്കൻ്റെ ബിരിയാണിയായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ബിരിയാണി കഴിച്ചുകൊണ്ട് വയ്യ. ഇല്ല, ഞാൻ കഴിച്ചില്ല. വേണ്ടാത്തോണ്ടാ മൊയിലാളി, വിശപ്പില്ലാത്തോണ്ടാ. പൊറോട്ടയും അൽഫാം പൊറോട്ട എനിക്ക് വേണ്ട. നീച്ചു കഴിക്കൂ മോൻ. അൽഫാമും പൊറോട്ടയും കൂടെ കഴിക്കുന്നത് നമുക്ക് കാണാം. എനിക്ക് വേണ്ട, ഞാനിപ്പോൾ കഴിച്ചോണ്ട് എനിക്ക് താല്പര്യമില്ല. അടിപൊളി, നല്ല അടിപൊളി അൽഫാമാണ്. മയോണൈസ്, വെള്ളച്ചമ്മന്തി, ചിക്കനിലൊക്കെ മുക്കിയ നല്ല അടിപൊളി വിത്തൗട്ട് ചായയും. ഇവിടുത്തെ നല്ല അടിപൊളി പൊറോട്ടയും അൽഫാമും കേട്ടോ. നമ്മളെ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലാണ്. ഇവിടെ കോംബോ ആയിട്ടുണ്ട് പൊറോട്ടയും അൽഫാം കേട്ടോ. വേറെ ലെവലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത്. കൊതിയല്ലേ, കൊതിയായതുകൊണ്ട് നമ്മൾ ഓർത്ത് കഴിക്കട്ടെ എന്ന് ഓർത്ത്. കഴിക്കട്ടെ. നമ്മളല്ലാണ്ട് ആരും മേടിച്ചു കൊടുക്കണം. ഇത് കാണുമ്പോൾ ഉടനെ കമൻറ്റ് വരും, എന്ത് അഹങ്കാരമാണ് നിനക്കെന്ന് പറഞ്ഞത്. അത് കേൾക്കാനാണ് രസം. 2 പൊറോട്ടയും ഒരു അൽഫാമും കഴിക്കുന്നത് കാശിൻ്റെ അഹങ്കാരമാണ് കേട്ടോ. അൽഫാമും പൊറോട്ടയും ക്യാബേജും അടിച്ച് പൊളിക്കുകയാണ് ഗൈസ്. കണ്ടോ, പൊളിച്ച് പാവപ്പെട്ട എൻ്റെ ഭർത്താവ് അടിപൊളി. ആരും കൊതി വെക്കരുത്. കുറേ ഗർഭിണികൾ ഇതിൻ്റെ അകത്തായിട്ട് കമൻ്റ് അടിച്ചായിരുന്നു. പിന്നെ എന്താ കൊതിക്ക് കിട്ടും. ഒരാളോട് കെട്ടിയതിനോട് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തെറി പറയുമെന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ അടിക്കുന്നത്. പിന്നെ ഒരു കമൻ്റ് അടിച്ചിരിക്കുന്നു, ഗർഭിണിയായ സമയത്തൊന്നും നിർത്താൻ പറ്റാണ്ട് ഷർദിലൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു പ്രസവിക്കുന്നത് വരെ. ഇവർക്ക് ഷുഗറാണ്. ഷുഗറായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. വിത്തൗട്ട് ചായ. എന്നിട്ട് വിത്തൗട്ട് ചായേൻ്റെ കൂടെ ജിലേബിയും കൂടെ കഴിക്കും, മധുരം കിട്ടാൻ വേണ്ടി കിടന്നു. ഒന്നേ ജിലേബി ചായ കുടിക്കാതിരുന്നാ പോലെ. ഇവർക്ക് നല്ല ഛർദിലായിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ അടുത്ത് വെച്ചാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ ആഗ്രഹം പറയുമ്പോൾ നടത്തി കൊടുത്തേക്കും. എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഉടനെ ഞങ്ങൾ മേടിച്ചു കൊടുത്തേക്കും. എന്ത് ചെയ്യാനാ, ഞാനൊരു പാവമായി പോയി. കഴിച്ചോ ചിരിക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞ നമുക്ക് രാത്രി മേടിക്കാം. ഇപ്പൊ വിശന്നിട്ട് രാത്രി വേറെ മേടിക്കാം.
എൻ്റെ അടുത്ത് പറയുക രാത്രി ഓർഡർ ചെയ്യാം. രാത്രി നമ്മൾ ഓൺലൈനിൽ മേടിക്കാന്ന് പറഞ്ഞു. അന്ന് ഓൺലൈനിൽ മേടിച്ചപ്പോൾ എല്ലാവരും കുറ്റം പറഞ്ഞു. പുറത്താണെങ്കിൽ ഓൺലൈനിൽ തന്നെ മേടിക്കാന്ന് പറഞ്ഞു. പിന്നെ ഇവർക്ക് വിശന്നിട്ട് നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കഴിച്ചേക്കാന്ന് പറഞ്ഞു. കഴിക്കാം, എൻജോയ് കഴിക്കട്ടെ. കോംബോ കൊടുക്കുന്നത് മറ്റുള്ള കടകളിലെ പോലെ വേസ്റ്റൊന്നുമല്ല. നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റിയിലും നല്ല ക്വാണ്ടിറ്റിയിലും നല്ല അടിപൊളി പീസൊക്കെ കൊടുക്കുന്നത്. അല്ലാണ്ട് ചെറിയ പീസൊന്നുമല്ല കൊടുക്കുന്നത്. നല്ല അടിപൊളി വലിയ പീസൊക്കെ തന്നെ കൊടുക്കുന്നത് കോംബോയിൽ. അതായത് ഒരു പീസ് ക്വാർട്ടർ പീസും 2 പൊറോട്ടയും മയോണൈസ് അതിനൊക്കെ ഇല്ലേ നല്ല അടിപൊളിയായിട്ടല്ലേ കൊടുക്കുന്നത്. ഒരാൾക്ക് നല്ല തൃപ്തിയായിട്ട് കഴിക്കുന്നത്. 100 രൂപ. കടയുടെ ലൊക്കേഷൻ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഞാൻ ചായ കുടിക്കട്ടെ. ചായ നമ്മൾ പാവും കാണിച്ച ചിക്കൻ കാണുമ്പോ പിന്നെ തിന്നാൻ തോന്നില്ലേ? പൊളിക്കാണ് പൈസ ഇവിടെ പൊളിക്കാണ്. കൊന്ന കോഴിയെ വീണ്ടും ഇഞ്ചായിട്ട് കൊല്ലുകയാണ്. ചവച്ചരച്ച് കളയുകയാണ്. അതിന്റെ ചിറകൊക്കെ വീണ്ടും കൊല്ലുകയാണ്. സങ്കടം വരും. ഒരുപാട് പേര് നമ്മളിപ്പോ തിരിച്ചറിയുന്നുണ്ട്. അതാണ് ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിയുന്നത്. നമ്മളാ കഴിഞ്ഞ ദിവസത്തെ കൊത്തുപൊറോട്ട കഴിച്ചത് എല്ലാവരും ഗൈസ്. അങ്ങനെ നമ്മളെ കടയിലെ കരണ്ടൊക്കെ പോയിരിക്കുകയാണ്. ജച്ചാട പ്രകാശത്തിലാണ് ഇപ്പോൾ കട നിൽക്കുന്നത്. നമുക്കൊക്കെ ആ വെട്ടം കണ്ട ചിരി കണ്ട ചിരിച്ചപ്പോൾ ഒന്നും കൂടെ പ്രകാശം കൂടി. മതി ആ കോഴി സത്ത്. ഇനി കൊല്ലണ്ട, വിട്ടേരെ. ഇനി വേണം അതിനൊക്കെ ഒരെണ്ണം കൂടെ മേടിച്ചേർട്ടെ. ഒരു കോമ്പോ കൂടെ വേണം. വേണമെങ്കിൽ മേടിക്കാം. മതിയോ? നാളെ അല്ല ഇന്ന് വേണമെങ്കിൽ മേടിക്കാം. നാളത്തേക്ക് ചിലപ്പോൾ പറ്റുന്നത് മതി. ഒരു പീസ് കോഴിനെ കൊണ്ട് തന്നെ എത്ര പീസ് ഉണ്ടെന്ന് നോക്കിയിട്ടു. അതിന്റെ നരമ്പൊക്കെ വലിച്ചെടുത്തേക്ക് നോക്കിയത്. ഇത് മറ്റേ ക്യാബേജ്. അതിന്റെ നരമ്പൊക്കെ എടുത്ത് പുറത്തോട്ട് ഇട്ടേക്കുന്നു കോഴിയിൽ. അല്ലാഹേ പാവം അവിടെ കൊണ്ട് തീർക്കുന്നു. വാന്ന് വിട്ടേക്കാം. വേറെ പരിപാടിയുണ്ട്, പോട്ടെ. ബൈ ഗൈസ്. പുറത്തോട്ടിറങ്ങിയിട്ട് കടയിൽ നിന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അൽഫാം ഉണ്ടാക്കുന്ന ബായ്. ആള് ചിരിക്കത്തില്ലെങ്കിലും അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന മസാല വേറെ ലെവലാണ്. നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് കഴിച്ചു നോക്കണം. നമ്മളെ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ നമ്മുടെ ഫാത്തിമ റെസ്റ്റോറൻറ്റ് എന്നാണ് കടയുടെ പേര്. അതായത് പുട്ടുംകട്ടൻ്റെയും തൊട്ടിപ്പുറത്ത്. നമ്മൾ പുട്ടുംകട്ടനിലും കയറാറുണ്ട്, നമ്മളിത് ഇവിടെയും കയറാറുണ്ട്. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങുക. അവിടെ മസാല തേച്ച് വെച്ചിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം കസ്റ്റമർ അവിടെ വരുന്നുണ്ടെന്നുള്ള കാര്യം. കണ്ട ഇവിടെ ബീഫ് ഫ്രൈ വരട്ടുകയാണ്. അൽഫാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരാൾ ബീഫിൽ നോക്കി കൊതിയിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേണമെന്ന് വെച്ചപ്പോൾ ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ. പുട്ടുംകട്ടൻ്റെ അപ്പുറത്ത് നേരെ ഇങ്ങോട്ട് വരാൻ വരുന്നത് ഫാത്തിമ. കണ്ട ഈ കടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കണ്ട ഇവിടെ അത് കോമ്പോ ഒക്കെ പിടിച്ചിരുന്ന നിങ്ങൾ മനസ്സിലാക്കിയാണ് ഇങ്ങനെയുള്ള.
ഇത് നോക്കിക്കുക, ഇവിടുത്തെ ബായിക്ക് റെസ്റ്റ് ഇല്ല. അതിങ്ങനെ മസാല തേച്ചിടുക, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഗ്രില്ലടിച്ച് പോവുക. അവിടെ ആൾക്കാരുടെയൊക്കെ നല്ല തിരക്കാണ്. ഈ ബായി ഇതുവരെ ഞാൻ ചിരിക്കുന്നത് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ആ ബായി ഞാൻ ചിരിക്കുന്നത് കാണുന്നത് ഈ വീഡിയോയിൽ വന്നപ്പോൾ. ജച്ചയുടെ തണുത്ത് വിറച്ച് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ഷുഗർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഐസ്ക്രീം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മളിത് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകുകയാണ് ഗൈസ്. തെറ്റാണോ? ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ പറ്റും. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അപ്പം നമ്മൾ പോയിട്ട് വരാം. അപ്പോൾ ഗ്രില്ലൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ജച്ചാ പറഞ്ഞ് ചിപ്സ് വേണമെന്ന്. അങ്ങനെ നമ്മൾ ഒരു പാക്കറ്റ് ചിപ്സും കൂടെ മേടിച്ച് വെച്ച്. കണ്ട കൊതിയെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്, നല്ല ചൂടായിട്ട് നമ്മളെപ്പോഴും വരാറുള്ള നമ്മുടെ അഷറഫിക്കയുടെ ചിപ്സ് കട. അങ്ങനെ നമ്മൾ കൊച്ചിനുള്ള കുറച്ച് കുട്ടി ഉടുപ്പൊക്കെ എടുത്തിട്ട് നമ്മളത് വീഡിയോ ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, പിന്നെ എടുത്തേച്ച് എല്ലാവരെയും കാണിക്കാനായിട്ട്. ഓക്കെ.